പ്രേംലാല്, ശാസ്ത്രലോകത്തു നിന്നുള്ള വാർത്തയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയുടെ കരുത്തുറ്റ ബാഹുബലി റോക്കറ്റ് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ISROയുടെ അതിശക്തനായ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 അഥവാ LVM-3 കഴിഞ്ഞ ദിവസം ദൗത്യത്തിലേക്ക് കുതിച്ചു. ഇത്തവണ US ഇന്നോവേറ്ററായ AST സ്പേസ് മൊബൈലിന്റെ അടുത്ത തലമുറ ആശയവിനിമയ ഉപഗ്രഹമായ ബ്ലൂബേർഡ് 6 ആണ് വഹിക്കുന്നത്. ISROയുടെ ഈ ദൗത്യത്തെ നമുക്ക് ഏത് തരത്തിൽ വിലയിരുത്താം? തുഫൈല, ഇത് ഈ സ്പേസ് അല്ലെങ്കിൽ ബഹിരാകാശ രംഗത്തെ ഏറ്റവും വലിയൊരു ചരിത്ര മുഹൂർത്തമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഒരു 6100 കിലോ വരുന്ന ഒരു പേടകം, 6 ടണ്ണിന് മുകളിൽ ഭാരമുള്ള ഒരു പേടകം, അതിനെ വഹിച്ചുകൊണ്ട് ഒരു ഇന്ത്യൻ നിർമ്മിത റോക്കറ്റ് ബഹിരാകാശത്തേക്ക് കുതിച്ചുയരുന്നു. അത് ചെറിയ ഒരു അച്ചീവ്മെന്റ് ഒന്നും അല്ല. അത് ഭാവിയിൽ ഇത്തരം ശ്രമകരമായ ഒരുപാട് അപകട സാധ്യതയേറിയ ദൗത്യങ്ങൾ ഇന്ത്യയെ വിശ്വസിച്ചേൽപ്പിക്കാൻ വലിയ ബഹുരാഷ്ട്ര കമ്പനികളെ അടക്കം അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളെ അടക്കം പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം, ഒരു എന്താ പറയാ, ഒരു വിശ്വാസം നേടിയെടുക്കുക എന്ന് പറയുമല്ലോ, അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമായിട്ട് നമ്മൾ തൽക്കാലം കരുതണം. അപ്പൊ ഇതിന്റെ പാത പിന്തുടർന്നുകൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ ഇന്ത്യയെയും ISROയെയും തേടി ഈ LVM-3യുടെ 6ാമത് വിക്ഷേപണം, LVM-3യുടെ 3ാമത് കൊമേഴ്സ്യൽ ലോഞ്ചാണ് കഴിഞ്ഞ ദിവസം നടന്നത്. 6ാമത് തവണയാണ് LVM-3. അപ്പോൾ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്നുള്ളതാണ് ഇതിന്റെ മുഴുവൻ പേര്. ഇതിന്റെ പരമാവധി വാഹക ശേഷി 8 ടണ്ണാണ്. അതിൽ 6100 ടൺ വരുന്ന ഒരു സാറ്റലൈറ്റ് ആണ് അവര് ഇപ്പൊ ബഹിരാകാശത്ത് എത്തിച്ചേക്കുന്നത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ഈ ബ്ലൂബേർഡ് എന്ന് പറയുന്നത് AST സ്പേസ് മൊബൈൽസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ്. അവരുടെ സാറ്റലൈറ്റ് ആണ്. അവര് ഈ ഇന്റർനെറ്റ്, ഈ സ്വകാര്യ മേഖലയിൽ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന ഒരു കമ്പനിയാണ് ഇവർ. ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ് ഇത് വിക്ഷേപിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ LVM മാർക്ക് 3യുടെ ശേഷി എന്ന് പറയുന്നത് പരമാവധി 8000 കിലോ വരുന്ന ഒരു സാറ്റലൈറ്റിനെ 600 കിലോമീറ്റർ വരെ ഉള്ള ഒരു ബഹിരാകാശ പരിധിയിൽ, 400 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ബഹിരാകാശമാണ്, അതിൽ 600 കിലോമീറ്റർ വരെ എത്തിക്കാനായിട്ടുള്ള ശേഷി LVM മാർക്ക് 3 എന്ന് പറയുന്ന നമ്മുടെ റോക്കറ്റിനുണ്ട്. അതില് 5100 കിലോമീറ്റർ പരിധിയിലാണ് ഈ സാറ്റലൈറ്റ് ഇപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്നത്. ക്ഷമിക്കണം, 510 കിലോമീറ്റർ വരുന്ന പരിധിയിലാണ് ഈ സാറ്റലൈറ്റ് ഇപ്പോൾ അവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് അമേരിക്കൻ കമ്പനിയാണെന്ന് ഞാൻ പറഞ്ഞു. അമേരിക്കയിൽ നിരവധി സ്വകാര്യ ബഹിരാകാശ ഏജൻസികളുണ്ട്. നാസ പോലെയുള്ള ലോകോത്തരമായിട്ടുള്ള ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ട്. എന്നിട്ട് പോലും ഒരു അമേരിക്കൻ കമ്പനി ഇന്ത്യയെ ആശ്രയിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റ് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിനേക്കാൾ വലിയ ചെലവ് കുറവാണ് ISROയെ ആശ്രയിച്ചാൽ. ഈ പറയുന്ന LVM മാർക്ക് 3 ഈ ബ്ലൂബേർഡിന്റെ വിക്ഷേപണത്തിന് ഇപ്പൊ നമുക്ക് അനുമാനിക്കാവുന്ന ഒരു ചെലവ് എന്ന് പറയുന്നത് 402 കോടി മുതൽ 500 കോടി രൂപ വരെയാണ് ചെലവ് കണക്കാക്കുന്നത്. ഇതിപ്പോ മറ്റേതെങ്കിലും ബഹിരാകാശ ഏജൻസിയെ ആശ്രയിക്കുകയാണെങ്കിൽ ഇതിന്റെ പകുതിയിൽ കൂടുതൽ കൂടി ചെലവ് വരും എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അത് മാത്രമല്ല, അങ്ങനെ പൈസ ചെലവഴിച്ചാൽ തന്നെയും അത് സക്സസ് ആകുമോ എന്നുള്ള യാതൊരു ഗ്യാരണ്ടി നമുക്ക് നൽകാൻ സാധിക്കില്ല. അപ്പോൾ ഈ സമീപകാലത്ത് ISROയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ മറ്റു പല ബഹിരാകാശ ഏജൻസികളെക്കാൾ സക്സസ് റേറ്റ് കൂടുതലുള്ള ഒരു ബഹിരാകാശ ഏജൻസിയാണ് നിലവിലെ നമ്മുടെ ISRO എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇതില് ഈ LVM മാർക്ക് 3യുടെ വിക്ഷേപണത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിനും അഭിമാനിക്കാൻ ഏറെയുണ്ട്. കാരണം ഈ ബഹിരാകാശ വാഹനം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടാണ്. കാര്യം നമ്മുടെ ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 ദൗത്യങ്ങൾ LVM മാർക്ക് 3യിലാണ് നടത്തിയത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഗഗൻയാൻ ദൗത്യം അത് ഈ LVM-3 മാർക്ക് റോക്കറ്റ് ഒന്ന് ഭേദഗതി വരുത്തി ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് അതിനും സജ്ജമാക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ മാർക്ക് 3 റോക്കറ്റിന്റെ ആ ഒരു ചിത്രം മനസ്സിലോട്ട് കൊണ്ടുവന്നാൽ ഒരു രൂപം കിട്ടും. കാര്യം ഒരു പ്രധാനപ്പെട്ട ഒരു സിലിണ്ടർ ആകൃതിയിൽ ഒരു സംഗതിയും അതിന്റെ സൈഡിലായിട്ട് 2 സംഗതികൾ കൂടിയുണ്ട്. അതിനെ S-200 എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത് നമ്മുടെ തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൂടി ഓർക്കണം. അപ്പോൾ ഈ LVM മാർക്ക് 3യുടെ വിജയത്തിൽ കേരളത്തിലും ഒരു പങ്കുണ്ട്. അപ്പൊ ഈ ബൂസ്റ്റർ റോക്കറ്റ് എന്നാണ് അതിനെ ശാസ്ത്രീയമായിട്ട് വിളിക്കുക. ഇത് നമ്മളെ ഇവിടെ നിന്ന് നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്ന് ഇതിനെ തൊടുത്തു വിടുമ്പോൾ ആദ്യം ഈ ബൂസ്റ്റർ റോക്കറ്റാണ് ജ്വലിക്കുക.
അത് ഏതാണ്ട് 113 സെക്കൻഡ് വരെ ഈ ബൂസ്റ്റർ റോക്കറ്റ് ആയിരിക്കും പ്രവർത്തിക്കുക. അതിനുശേഷമാണ് രണ്ടാം ഘട്ടം ആരംഭിക്കുക. രണ്ടാം ഘട്ടത്തിലാണ് ആ പ്രധാനപ്പെട്ട ആ സിലിണ്ടർ ആകൃതിയിലുള്ളത് അതിലേക്ക് വരിക. അപ്പൊ അത് ഏതാണ്ട് ഈ 113 സെക്കൻഡിൽ ഈ ബൂസ്റ്റർ റോക്കറ്റുകളുടെ പ്രവർത്തനം നടക്കുമ്പോൾ തന്നെ ഈ രണ്ടാം ഘട്ട ജ്വലനം ആരംഭിക്കും. അങ്ങനെ ഈ 134 സെക്കൻഡില് ഈ S-200 അതായത് ആ ബൂസ്റ്റർ റോക്കറ്റുകൾ പൂർണ്ണമായി പ്രവർത്തനം നിർത്തി അതിൽ നിന്ന് വേർപെടാൻ തുടങ്ങും. 137 സെക്കൻഡില് ഈ നടുക്കുള്ള ആ പ്രധാന സിലിണ്ടർ ആകൃതിയിലുള്ള ആ പറയുന്ന ഭാഗത്തിന്റെ ജ്വലനം ആരംഭിക്കും. അപ്പൊ അതിനുശേഷം ഏതാണ്ട് 217 സെക്കൻഡിലാണ് ഇതിന്റെ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് കടക്കുക. മൂന്നാമത്തെ സ്റ്റേജില് ഈ നടുക്കുള്ള ആ ഭാഗത്തിനെ നമ്മൾ L110 എന്നാണ് വിളിക്കുക. അപ്പൊ അതിന്റെ പ്രവർത്തനം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സെപ്പറേഷൻ നടക്കും. സെപ്പറേഷൻ നടന്നിട്ട് മൂന്നാമത്തെ ഭാഗത്തിലോട്ട് കടക്കും. അപ്പൊ ഇതിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ് ഈ മൂന്നാമത്തെ ജ്വലനം നടക്കുക. അപ്പൊ അവിടെ 313 സെക്കൻഡിലായിരിക്കും മൂന്നാമത്തെ സ്റ്റേജ് ആരംഭിക്കുക. അത് കുറെ കൂടി ത്രസ്റ്റ് കൂടുതലുള്ള ഒരു സംഗതിയായിരിക്കും. അവിടെ ലിക്വിഡ് ഫ്യൂവൽ ആയിരിക്കും ഉപയോഗിക്കുക. അപ്പൊ അതിനുശേഷം വളരെ വേഗത്തിൽ ഈ റോക്കറ്റ് കുതിച്ചുയരും. അങ്ങനെ 974 സെക്കൻഡില് ഈ സാറ്റലൈറ്റ് നമ്മൾ എവിടെയാണോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ആ സാറ്റലൈറ്റ് അതിൽ നിന്ന് വേർപെടും. ഇതാണ് LVM Mark 3യുടെ ഒരു പൊതുവിലൊരു പ്രവർത്തന രീതി ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ഭാരമേറിയ ഒരു സാറ്റലൈറ്റിനെ ബഹിരാകാശത്ത് എത്തിക്കാൻ പറ്റുന്ന ശേഷിയില് ഈ പറയുന്ന വാഹനത്തെ ഈ ബഹിരാകാശ ഈ റോക്കറ്റിനെ നമ്മൾ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ നേരത്തെ കാര്യം കഴിഞ്ഞ നവംബർ 2-ാം തീയതി നമ്മൾ മറ്റൊരു സാറ്റലൈറ്റ് CMS-03 എന്ന് പറയുന്ന മറ്റൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് കൂടി കഷ്ടിച്ച് ഒരു മാസത്തെ ഇടവേളയിൽ നമ്മളൊന്ന് വിക്ഷേപിച്ചതേ ഉള്ളൂ. അപ്പൊ അതിന് കഴിഞ്ഞ് തൊട്ട് ഈ പരിമിതമായ സമയത്തിനുള്ളിൽ അടുത്ത വിക്ഷേപണത്തിന് ഈ വാഹനം തയ്യാറായി സജ്ജമായി എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല. ISROയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം മറ്റു പല സ്ഥാപനങ്ങളും ഇത്തരത്തിൽ ഇതേപോലെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വേണ്ടി ISROനെ ആശ്രയിച്ചാൽ അവർക്ക് കാത്തിരിപ്പിന്റെ പ്രശ്നം ഉണ്ടാകില്ല. കാരണം ഒരു ദൗത്യം കഴിഞ്ഞ് വലിയ കാലതാമസം ഇല്ലാതെ തന്നെ അടുത്ത ദൗത്യത്തിലേക്ക് ISROയ്ക്ക് കടക്കാനാകും എന്നുള്ളത് കൂടി ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഈ മൂന്നാമത്തെ ഭാഗം ജ്വലിക്കുമ്പോൾ അവിടെ 28 ടൺ ഇന്ധനമാണ് മൂന്നാമത്തെ ക്രയോജനിക് എഞ്ചിനിൽ നമ്മൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ക്രയോജനിക് എഞ്ചിൻ പൂർണ്ണമായിട്ടും ഇന്ത്യൻ നിർമ്മിതമാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ ഏതാണ്ട് 115 ടൺ ഇന്ധനമായിരിക്കും ജ്വലിക്കുന്നത്. ഈ ആദ്യത്തെ ബൂസ്റ്റർ റോക്കറ്റില് ഏതാണ്ട് 3.2 മീറ്റർ വ്യാസവും ഏതാണ്ട് 25 മീറ്റർ നീളമുള്ളതാണ് ഈ രണ്ട് സൈഡിൽ ഇരിക്കുന്ന ബൂസ്റ്റർ റോക്കറ്റ്. ഈ മൊത്തം ഈ LVM Mark 3 നോക്കുമ്പോൾ ഏതാണ്ട് 43.5 മീറ്റർ ഉയരവും മൊത്തം വെയിറ്റ് 640 ടൺ ഭാരവും ഉണ്ടാകും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ദൗത്യം വളരെ വിജയകരമായ സാഹചര്യത്തിൽ നമുക്കിനി ഗഗൻയാൻ ദൗത്യത്തെ കുറിച്ചും വളരെ ശുഭകരമായിട്ട് ചിന്തിക്കാം. കാരണം അത് മനുഷ്യനെ വഹിക്കാനായിട്ട് ഈ റോക്കറ്റിൽ ചില ഭേദഗതികളൊക്കെ വരുത്തിയിട്ട് ചെറിയ ഒരു പിഴവ് പോലും ഉണ്ടാകാത്ത രീതിയിൽ വേണം ഈ മനുഷ്യനെ കയറ്റി യാത്രയാക്കുമ്പോൾ ആ റോക്കറ്റിനെ സജ്ജമാക്കേണ്ടത്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു കാൽവെപ്പ് കൂടിയിട്ട് ഇതിനെ കണക്കാക്കാം. ഏതായാലും ISROയെ സംബന്ധിച്ച് ഇത് വലിയ സാമ്പത്തിക കാര്യം നോക്കുമ്പോൾ വലിയൊരു മുതൽക്കൂട്ടാണ്. കാരണം നമ്മൾ UK ബേസ്ഡ് ആയിട്ടുള്ള OneWeb എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു വിക്ഷേപണം നടത്തിയിരുന്നു ഈ LVM Mark 3 ഉപയോഗിച്ച്. അന്ന് 2 ഘട്ടമായിട്ട് 72 സാറ്റലൈറ്റുകളാണ് അന്ന് വിക്ഷേപിച്ചത്. അപ്പൊ അതിനുവേണ്ടി മാത്രം 1000 കോടി രൂപയാണ് ISROയ്ക്ക് ആ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയത്. അപ്പൊ ഇത് ഈ പറയുന്ന ബ്ലൂബേർഡ് എന്ന് പറയുന്ന ഈ 6100 കിലോ ഭാരം വരുന്ന ഈ സാറ്റലൈറ്റ് അത് ഒരുപാട് റിസ്ക് പിടിച്ച പരിപാടിയാണ്. കാര്യം ISRO ഓരോ ദൗത്യങ്ങൾക്കും ഒരു ഫിക്സഡ് റേറ്റ് അല്ല പൈസ ചാർജ് ചെയ്യുന്നത്. ഈ നേരത്തെ പറഞ്ഞ 1000 കോടി രൂപ ISROയ്ക്ക് വരുമാനം കിട്ടിയതെന്ന് പറഞ്ഞാൽ 2 ദൗത്യങ്ങളിലായിട്ട് 72 അതായത് ചെറിയ ചെറിയ സാറ്റലൈറ്റുകളാണ് വഹിച്ചതെന്ന് മനസ്സിലാക്കണം. പക്ഷെ ബ്ലൂബേർഡ് ഏതാണ്ട് 6 ടണ്ണിന് മുകളിൽ ഭാരമുള്ള ഒരുപാട് അപകട സാധ്യത ഏറിയ ഒരു ദൗത്യമാണ് ISRO ഏറ്റെടുത്ത് നടത്തിയത്. അപ്പൊ ആ ദൗത്യത്തിന് കുറെ കൂടി ശ്രമകരമായ ജോലി ISRO എടുത്തു. അപ്പൊ ഇതിന് ആനുപാതികമായ ഫീസ് നിരക്ക് ISRO ഈടാക്കിയിട്ടുണ്ടാകണം. അപ്പൊ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് അത് വലിയൊരു നാഴികക്കല്ലാണ്. കാരണം പല പല രാജ്യങ്ങളും ഇന്ത്യയെ ഇക്കാര്യത്തിൽ അനുകരിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയെ ആശ്രയിക്കാൻ
പ്രേരിപ്പിക്കും എന്നുള്ളത് സുനിശ്ചിതമാണ്. നമ്മളിപ്പോൾ ലക്ഷ്യമിടുന്നത് നമ്മൾ ഏതാണ്ട് 60 കാലയളവിലാണ് നമ്മുടെ ഈ സ്പേസ് ബഹിരാകാശ രംഗത്തേക്ക് ഇന്ത്യ കാൽവെപ്പ് നടത്തിയത്. നമ്മുടെ തുമ്പയിൽ നിന്ന് ആദ്യ റോക്കറ്റ് വിക്ഷേപിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ അതിനുശേഷം ഏതാണ്ട് 6 പതിറ്റാണ്ടോ 7 പതിറ്റാണ്ടിന്റെ മാത്രം പാരമ്പര്യം നമുക്ക് അവകാശപ്പെടുന്ന ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ബഹിരാകാശ രംഗത്ത് ഇത്ര വലിയ വിജയം കൈവരിക്കുന്നത്. ഏതായാലും 2033 കൂടി ഈ ബഹിരാകാശ അതൊരു വ്യവസായമായിട്ട് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ആ മൊത്തം സെക്ടറില് ഏതാണ്ട് 8 മുതൽ 10% വരെ കൈകാര്യം ചെയ്യാൻ ഇന്ത്യക്കാകും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രസ് വെച്ച് വിലയിരുത്തുന്നത്. അതുകൊണ്ട് മാത്രം നമുക്ക് ശതകോടികളുടെ വരുമാനം ഈ രംഗത്ത് മാത്രം ഇന്ത്യക്ക് ISRO വഴി നേടാം എന്നുള്ളത് കൂടിയാണ് ഈ LVM Mark 3 അതിന്റെ വിക്ഷേപണ വിജയം നമുക്ക് നൽകുന്ന സന്ദേശം.